കശ്മീരിൽ ഭീകരാക്രമണം നടന്നപ്പോൾ, അതായത് പാകിസ്ഥാന്റെ ഭീകരാക്രമണം നടന്നപ്പോൾ ഇത് ഇസ്ലാമിക ഭീകരവാദമാണ് എന്ന് പറയാത്ത ധാരാളം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഭീകരവാദത്തിന് മതമില്ല എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. ഭീകരവാദത്തിന് മതമില്ല, പക്ഷേ അവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും ഈ പൊതുജനങ്ങളെ അല്ലെങ്കിൽ വിനോദസഞ്ചാരികളെ രക്ഷിച്ച കശ്മീരികൾക്ക് മതമുണ്ട്. കണ്ടില്ലേ, മുസ്ലിങ്ങളായ കശ്മീരിലെ ആൾക്കാരാണ് ഇവരെയെല്ലാം രക്ഷിച്ചത് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്നുണ്ട് കേരളത്തിലെ മാപ്രകൾ എല്ലാം ഈ കാര്യത്തിൽ. എന്തായാലും കശ്മീരിലെ ഭീകരവാദികൾക്ക് മതമില്ല എന്ന് പറയുമ്പോഴും കശ്മീരിലെ ജനങ്ങളെ പുകഴ്ത്തുമ്പോഴും 1500 കശ്മീരികളെ അവിടെ നിന്നും ഈ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മാത്രം കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിന് പിന്നാലെ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ 14 ലോക്കൽ കശ്മീരികളുടെ പേരാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പാകിസ്ഥാൻ ടെററിസ്റ്റുകൾക്ക് ഒത്താശ ചെയ്തവരുടെ പേരുകൾ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഭീകരവാദത്തിന് മതമില്ല എന്ന് പറയുമ്പോഴും ഇത് ഇസ്ലാമിക് ടെററിസം ആണെന്ന് പറയുമ്പോഴും സാധാരണ മുസ്ലിങ്ങളെ ഇതിലേക്ക് വലിച്ചഴയ്ക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ പല മാപ്രകളും മറ്റു പല ആൾക്കാരും. അതായത് ഈ ഭീകരവാദവും സാധാരണ മുസ്ലിങ്ങളും രണ്ടും രണ്ടാണ് എന്ന് തന്നെയാണ് പല ആൾക്കാരും പറയുന്നത്. എന്നാൽ ഭീകരവാദത്തിന് മതമുണ്ട്, എന്നാൽ സാധാരണ മുസ്ലിങ്ങൾ അതിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഭീകരവാദികൾ സമം സാധാരണ മുസ്ലിങ്ങൾ എന്നല്ല ആരും ഇവിടെ പറയുന്നത്. ഭീകരവാദത്തിന് ഒരു മതമുണ്ട്. ആ മതത്തെ അഡ്രസ്സ് ചെയ്യാതെ ഈ ഭീകരവാദത്തെ അടിച്ചമർത്താൻ സാധ്യമല്ല. ഭീകരവാദത്തിന് മതമുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മതമില്ലെന്നും കണ്ടില്ലേ, ആ മതമുള്ളവരാണ്, അതായത് ഈ ഭീകരവാദത്തിന്റെ മതം എന്ന് നിങ്ങൾ പറയുന്ന അതേ മതമുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ രക്ഷപ്പെടുത്തുന്നത് എന്ന് പറയുന്ന ആൾക്കാർ ഈ പേരുകൾ ഒന്ന് കേൾക്കണം. ഈ 14 ലോക്കൽ കശ്മീരികളുടെ പേരുകൾ, അതിലൊരാൾ മുഹമ്മദ് ആദിൽ റഹ്മദ് ദൻഡു, മുഹമ്മദ് ആസിഫ് അഹമ്മദ് ഷെയ്ഖ്, മുഹമ്മദ് അഹ്സാൻ അഹമ്മദ് ഷെയ്ഖ്, മുഹമ്മദ് ഹാരിസ് നാസർ, മുഹമ്മദ് അമീർ നാസിർ വാണി, മുഹമ്മദ് യാവർ അഹമ്മദ് ഭട്ട്, മുഹമ്മദ് ആസിഫ് അഹമ്മദ് ഖണ്ഡെ, മുഹമ്മദ് നാസിർ അഹമ്മദ് വാണി, മുഹമ്മദ് ഷാഹിദ് അഹമ്മദ് കുട്ടെ, മുഹമ്മദ് അമീർ അഹമ്മദ് ദർ, മുഹമ്മദ് അദ്നാൻ സാഫി ദർ, മുഹമ്മദ് സാബിർ അഹമ്മദ് വാണി, മുഹമ്മദ് ഹാറൂൺ റാഷിദ് ഖാനായി, മുഹമ്മദ് സഗീർ അഹമ്മദ് ഖാനി എന്നിവരാണ് ഈ പേരുകളിലുള്ളത്. ഇതിൽ 21 വയസ്സായ ഒരു സാധാരണ ചെറുപ്പക്കാരൻ വരെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്റലിജൻസ് ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരമുള്ള പേരുകളാണിത്. എന്തായാലും ഇനി നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് കശ്മീരിലെ കുതിരക്കാർ. അതായത് കശ്മീരിലെ കുതിരക്കാർ അവിടെയുള്ള ഭീകരവാദികളിൽ നിന്നും ഇവിടെയുള്ള ആൾക്കാരെ രക്ഷിച്ചു, വിനോദസഞ്ചാരികളെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് വലിയ തള്ളുകളൊക്കെ നമ്മുടെ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ കുതിരക്കാരൻ തീവ്രവാദികളുടെ മുന്നിൽ ഞങ്ങളെ ഇട്ടുകൊടുത്ത് അയാൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ കുതിരക്കാരന്മാരുടെ കഥയും മറ്റ് കഥകളും ഒക്കെ എവിടെ നിന്നാണ് പൊട്ടി പുറപ്പെടുന്നത് എന്നറിയില്ല. എന്തായാലും നേരത്തെ ഒരു ലിസ്റ്റൊക്കെ പുറത്തു വന്നിരുന്നല്ലോ, കശ്മീരിൽ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റൊക്കെ ഇവിടെയുള്ള സുഡാപ്പികൾ ഫേക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി പുറത്തു വിട്ടിരുന്നു. അങ്ങനെ വല്ലതും വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വേറൊരു കുതിരക്കാരൻ തിരിച്ചു പോകാൻ ഞങ്ങളുടെ ജീവന് 4000 രൂപ ആവശ്യപ്പെട്ടു. ഇസ്ലാമിക തീവ്രവാദി ആക്രമണം അതിജീവിച്ച മിഹിർ സോണിയയുടെ വാക്കുകളാണിത്. ഈ മിഹിർ സോണിയ ഉത്തരേന്ത്യൻ മാധ്യമമായിട്ടുള്ള ആജ് തക്കിന് കൊടുത്ത ബൈറ്റിലാണ് വളരെ കൃത്യമായിട്ട് ഇക്കാര്യം പറയുന്നത്. പിന്നെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഹിന്ദി അറിഞ്ഞുകൂടാത്തത് കൊണ്ടും അവർ ഹിന്ദി ആണെന്ന് പറഞ്ഞ് ഇവർ പറയുന്നത് മറ്റൊരു കാര്യമാണ് എന്ന് മാപ്രകൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കും എന്നുള്ളത് കൊണ്ടുമാണ് ഈ വാർത്തകൾ പുറം ലോകം അറിയാതെ പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.